Good afternoon, teacher. Good afternoon, teacher. Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon, miss. Good afternoon. Good afternoon, miss. Good afternoon. Ready ആയോ? Afternoon, miss. Good afternoon. എല്ലാവരും Good afternoon, miss. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ലഞ്ച് കഴിച്ചോ? Yes. Yes. യെസ്. ആരെങ്കിലും ഉണ്ടോ ലഞ്ച് കഴിക്കാത്തവര് ക്ലാസ്സിലെ? No. നോ. ബിയോണയുടെ ഫാൻ മാത്രം കറങ്ങുന്നല്ലേ കാണുന്നുള്ളൂ. ബിയോണനെ കാണുന്നില്ലല്ലോ. ബാക്കി എവിടെ പോയി? ഇപ്പൊ കണ്ടോ? ഇപ്പൊ കണ്ടു. എന്താണ് പഠിപ്പിക്കാൻ? പഠിപ്പിച്ച ഞാൻ മിസ്സിട്ട് പഠിപ്പിക്കാം. കാരണം കുറച്ചു പേരും കൂടി വരട്ടെ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കണേ. നല്ലോണം ചിരിച്ചോണ്ടിരിക്കട്ടോ. മിസ് ഫോട്ടോ എടുക്കുന്നുണ്ടേ. ദീക്ഷിതേ ക്യാമറ ഒന്നും കവർ ചെയ്ത് വെക്കല്ലടാ. നമുക്കൊരു ഫോട്ടോ എടുക്കാം അല്ലേ? ആരാണ് പേര് പറയാമോ? പിന്നീടൊന്ന് യൂട്യൂബ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. Good morning. ഗുഡ് ആഫ്റ്റർനൂൺ. മറന്നുപോയോ? ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, teacher. ആഫ്റ്റർനൂൺ. Good afternoon, miss. ഗുഡ് ആഫ്റ്റർനൂൺ. അതാരാണ്? അതാരാ മിമിക്രി ഒക്കെ അവതരിപ്പിക്കുന്നേ? ഓ, ഫാത്തിമയുടെ വാവയാണോ പറഞ്ഞെന്ന്? ഫാത്തിമയുടെ വാവ ഫാത്തിമയാണ് വഴക്ക് പറയണം തോന്നല്ലോ. ഓക്കെ ആണോ മക്കളെല്ലാവരും? ഓക്കെ. മാത്സ് പഠിപ്പിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കുറച്ച് കാര്യങ്ങളല്ല, മിസ് ഒന്ന് അറ്റൻഡൻസ് വിളിക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് ലീവ് എടുത്തത് എന്നുള്ളത് കാര്യം പറയണം. ഇന്ന് 3 ക്ലാസ് നമ്മൾ കഴിഞ്ഞു അല്ലെ? സജിത മിസ്സിന് ഇന്ന് 3 പ്രാവശ്യം കണ്ടില്ലേ? നിങ്ങള് കണ്ടില്ലേ? സജിത മിസ്സിന് 3 പ്രാവശ്യം കാണാത്തവരുണ്ട്. ഇന്ന് 8:30 ക്ലാസ്സിന് കണ്ടു, 11:30 ക്ലാസ്സിന് കണ്ടു, ഇപ്പൊ 1:45 ക്ലാസ്സിലും സജിത മിസ്സിനെ കണ്ടു. ആരവുണ്ടോ ക്ലാസ്സിൽ? ആരവ്, പി വിനോദ്, ആരവുണ്ടെങ്കിൽ പ്രസന്റ് എന്ന് പറയണം എന്നോട്. ആരവുണ്ടോ? ഇല്ല. ഏബൽ മാത്യു ഇല്ല. ആദ്യത്തെ എ ഉണ്ടോ? ആദ്യത്തെ എ ആണല്ലോ. ആദിത്യ അനൂപ്. ആദിത്യ ഇപ്പൊ എവിടെയോ കണ്ടല്ലോ. ആദിത്യ പ്രസന്റ് പറയാമോ? അതെയോ? ആദ്യത്തെ എ ഉണ്ടോ ക്ലാസ്സില്?
അത് ആദ്യത്തെ അനൂപല്ലേ മോനെ? ഉണ്ട്. ഉണ്ട്. യെസ്. ആദ്യത്തെ അനൂപ്. ആദ്യത്തെ എ ആണോ ആദ്യത്തെ അനൂപ്? അതെ 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 അല്ലേ, എനിക്ക് ആ കൺഫ്യൂഷൻ വന്നുപോയി. ആദ്യത്തെ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ലേ ആദ്യത്തെ അനൂപ്? 11:30 ക്ലാസ്സിന് അല്ല, ഒരു മിനിറ്റ്, ഞാൻ ആദ്യത്തെ അനൂപിനോട് ചോദിക്കട്ടെ. 11:30 മാത്സ് ക്ലാസ്സിന് ഉണ്ടായിരുന്നോ മോനെ? മ്യൂട്ട്. ആദ്യത്തെ അനൂപ് 11:30 മാത്സ് ക്ലാസ്സിന് ഉണ്ടായിരുന്നോ മോനെ? എനിക്ക് മിസ്സിന് കേൾക്കുന്നില്ല. പ്രസന്റ് ടൈപ്പ് ചെയ്തിരുന്നില്ലേ നേരത്തെ? ടൈപ്പ് ചെയ്തായിരുന്നോ? ഓക്കെ ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് അഫ്രാസ്തിക്ക് ഉണ്ടല്ലോ, ഇപ്പൊ ഉണ്ടല്ലേ? ഓക്കെ. അജുൽ ദേവിലല്ല? അജുൽ ദേവിന് ലീവ് അല്ലേ? ഓക്കെ. അലൻ ജോസഫ് ഉണ്ടോ? അലൻ ജോസഫ് പ്രസന്റ് ആണല്ലേ? ഓക്കെ. അലൻ ജോസഫ് ഇന്ന് 3 ക്ലാസ്സിലും കയറിയോ? സജിത മിസ്സിന്റെ 3 ക്ലാസ്സിലും കയറിയോ മോനെ? 11:30 ക്ലാസ്സിൽ കയറിയിരുന്നോ? അമൻ മാധവ്, അമൻ മാധവ് പ്രസന്റ്. അമൻ മാധവ് ഫുൾ ക്ലാസ്സിലുണ്ടായിരുന്നു അല്ലേ? അമൃത എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നോ? 11:30 ക്ലാസ്സിലുണ്ടായിരുന്നോ അമൃത? 3 ക്ലാസ്സിലുണ്ടായിരുന്നു. ഓക്കെ. അനാമിക പി രാജ് ഇപ്പൊ ഉണ്ടോ? അനാമിക പി രാജ് യെസ്, രാവിലെ ആബ്സെന്റ് ആയിരുന്നു അല്ലേ? അനുഗ്രഹ ബ്രിജിത്തോ? അനുഗ്രഹ ബ്രിജിത്ത് ക്ലാസ്സിലുണ്ടോ? അനുഗ്രഹ ബ്രിജിത്ത് ഇല്ല. അനിരുദ്ധ ടി വി എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു അല്ലേ? അനിരുദ്ധ പ്രസന്റ് പറഞ്ഞേ. ഓക്കെ. അൻവിത കെ 3 ക്ലാസ്സിലുണ്ടായിരുന്നു. പ്രസന്റ് പറ. അൻവിത ഉണ്ടോ? അൻവിത കെ അശ്വിനിയാറില്ല അല്ലെ? അദീന സുനിൽകുമാർ ഉണ്ടോ ഇപ്പൊ? അദീന സുനിൽകുമാർ ഇല്ല. അയാൻ വിജേഷ് അയാൻ വിജേഷ് ഉണ്ട്. 11:30 ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ അയാൻ? ഓക്കെ. ആയുഷ് വിവി പ്രസന്റ് ഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? രണ്ട് ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലോ. ഏത് ക്ലാസ് ആയിരുന്നു മോൻ ലീവ് എടുത്തത് ഇപ്പൊ ഇന്ന്? 11:30. അതെന്ത് പറ്റി? നെറ്റ് കിട്ടാത്തോണ്ടാ. നീ മെസ്സേജ് വിട്ടിട്ടുണ്ടല്ലേ? അമ്മ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. ബിയോണ ബിയോണ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ലേ ബിയോണ? ഉണ്ടായിരുന്നു. ഓക്കെ. ഡാനിയൽ ജോർജ് ദീക്ഷിത്
ദീക്ഷിതില്ലേ? ദേവാങ്ക് ഉണ്ടോ? ദേവാങ്ക് മോനെ ഏത് ക്ലാസ് ആയിരുന്നു ലീവ് എടുത്തത്? ദേവാങ്കേ, സജിത മിസ്സിന്റെ ഇന്നത്തെ 3 ക്ലാസ്സിൽ നീ പങ്കെടുത്തോ? ക്ലിയർ ആവുന്നില്ലല്ലോ ദേവാങ്കേ. ആ, നിങ്ങൾ പ്രസന്റ് എടുത്തോ. ദേവാങ്കി ഇന്ന് 3 ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നോ? ഏത് ക്ലാസ് ആയിരുന്നു ലീവ്? പിന്നെ സജിത മിസ്സിന്റെ നേരത്തെ 2 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നോ? ദേവർഷ പറമോളെ 3 ക്ലാസ്സിൽ നേരത്തെ 2 ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തോ? 11:30 ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അന്റെ പിന്നെ പ്രസന്റ് ടൈപ്പ് ചെയ്യാതിരുന്നേ? അതിൽ കണ്ടില്ലല്ലോ. ഫസ്റ്റ് 8:30 തോന്നുന്നു. രണ്ടാമത് ചെയ്തിട്ട് സംശയമുണ്ട്. ഓക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുട്ടികള് മറന്നു പോകുന്നതുകൊണ്ട് കുട്ടികള് അറ്റൻഡ് ചെയ്തോ എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിട്ടായിരുന്നു. ഫാത്തിമ KM എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു അല്ലേ? ആരാന്നടത്? ഫാത്തിമത്ത് ജുമാനാവി ഉണ്ടോ? ഇല്ല. ഐഫൂന എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഹാദിയ റാഷിദ് മൂന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ മോളെ. ഓക്കെ. ഇർഷാദ് ഒന്നിട്ട് ഞാനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ആ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. ഇഷികാരാജിന് ലീവാണ്. ഇഷികാരാജ് ലീവാണ്. ജിയാ റോസ് മോളെ 3 ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? നേരത്തെ 2 ക്ലാസ്സിൽ പ്രസന്റ് ടൈപ്പ് ചെയ്തില്ലേ നേരത്തെ? ജോയൽ ജോമൻ ജോവിൻ ജോമൻ രണ്ടുപേരും ഇല്ലേ? എവിടെ ട്വിൻസ്? ജോയൽ ആൻഡ് ജോവിൻ ഞാൻ കാണുന്നില്ലല്ലോ. വീഡിയോ ഓഫ് ചെയ്യല്ലേ? ഓക്കെ ഗുഡ്. ജോയൽ ജോവിനും ഓക്കെ. കീർത്തി എം പ്രസന്റ് ആണോ? നോ. മുഹമ്മദ് ആബിസ് എങ്ങനെ? ഇർഷാദിന്റെ എന്താ പറഞ്ഞേ? ഇവിടെ തമിഴ്നാട് സർക്കാർ 1-ാം തീയതി മുതലേ 1-ാം ക്ലാസ് മുതൽ തുറക്കുന്നുണ്ട്. സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. തുറക്കുന്നുണ്ട് അല്ലേ? ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നലെ വരെ കിട്ടിയത് 9th വരെ ഓൺലൈൻ ക്ലാസ് കൊടുക്കാൻ തന്നെയാണ്. അവിടെ കോവിഡ് കുറഞ്ഞില്ല, ഇവിടെ കുറവുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുറവുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുതലല്ലേ, അതുകൊണ്ടായിരിക്കും. അവിടെ പഠിപ്പിക്കുന്ന ഓക്കെ.
മുഹമ്മദ് ആബിസ് വന്ന മോനെ. മുഹമ്മദ് ആബിസ് പ്രസന്റ്. പ്രസന്റ് മിസ്. 3 ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? മോർണിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. മോർണിംഗ് ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഓക്കെ മാർക്ക് ചെയ്തു. മുഹമ്മദ് ഹാദി ഹൈദർ. മുഹമ്മദ് ഹാദി ഹൈദർ. മുഹമ്മദ് മുബ്ദാസിം. പ്രസന്റ് മിസ്. എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. മുഹമ്മദ് റയാൻ പി പി. മുഹമ്മദ് റയാൻ. പ്രസന്റ് മിസ്. എവിടെ റയാൻ? റയാൻ 3 ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? യെസ് മിസ്. 8:30 ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? യെസ്. പ്രസന്റ് ടൈപ്പ് ചെയ്തില്ല എന്ന് തോന്നല്ലോ. ചെയ്തു. അതെയോ? നൈല ഷക്കീർ. നൈല. മിസ്. നൈല എവിടെയുണ്ട്? ഓ 155 ഇത് ചെയ്യിപ്പിച്ചു. ആ ഞാനത് പറയാ. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്ന് ഇവരൊന്ന് അറ്റൻഡൻസ് റെഡിയാക്കട്ടെ. ചെയ്തിനാണ്. ആ മുഹമ്മദ് റയാൻ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു പറഞ്ഞു. നൈല എവിടെ? നൈല. നൈല ആബ്സെന്റ് ആണോ? നാസ മറിയം. നാസ. യെസ്. 3 ക്ലാസ്സിൽ ഉണ്ടായിരുന്നു മോളെ ഇന്ന്. 8:30 ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. ആ മദ്രസ ഉള്ളതുകൊണ്ടാ? അല്ല, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായത്. ആ ഓക്കെ ഓക്കെ. നീലാഞ്ജന കെ വി ഉണ്ടോ? നീലാഞ്ജന കെ വി. യെസ്. ഓക്കെ. നിവേദ്യ വിനോദ്. പ്രസന്റ്. 3 ക്ലാസ് അറ്റൻഡ് ചെയ്തോ? യെസ്. പ്രസന്റ് അങ്ങനെ വരുന്ന കാണുന്നില്ലല്ലോ നിങ്ങളെ. നുറാസ് മുഹമ്മദ് ആബ്സെന്റ് അല്ലേ? പനിയാണ്. റസീൻ യൂസഫ്. റസീൻ യൂസഫ്. റസീൻ യൂസഫ് ഉണ്ടോ? റിച്ചാർഡ്. റസീൻ ഉണ്ടല്ലേ? റസീൻ ഉണ്ട്. റസീന് 3 ക്ലാസ് അറ്റൻഡ് ചെയ്തോ ഇന്ന്? ഓക്കെ. റിച്ചാർഡ്. മിസ്. 3 ക്ലാസ്സും കൂടി. ഓക്കെ. മിസ്. ഓ ആരാടാ വിളിക്കുന്നേ? പറഞ്ഞോ. നിയാദാസ് ആണോ? യെസ്. എന്താ മോളെ? അതിന്റെ ഇടയില് ഞങ്ങളുടെ പേരുണ്ടായിരുന്നത് വിളിച്ചില്ല. നിയാദാസിന്റെ പേര് വിളിച്ചില്ലേ? ഓ നിവേദ്യ വിനോദ് കഴിഞ്ഞല്ലേ? ഓക്കെ സോറി സോറി. ഞാനത് മാർക്ക് ചെയ്തു കേട്ടോ, നിയാദാസിനെ കണ്ടതുകൊണ്ട്. 3 ക്ലാസ് ചെയ്തില്ലേ? 3 ചെയ്തു. ഓക്കെ. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സെല്ലാം ലീവായിരുന്നു. അതിന് ഞങ്ങളെ അറ്റൻഡൻസ് ഇല്ലേന്നറിയാൻ വേണ്ടിട്ടായിരുന്നു. ആ ഉണ്ട്, പേരുണ്ട്. നിയാദാസ് ഞാൻ മാർക്ക് ചെയ്തു. അവളെ പേര് കണ്ടതുകൊണ്ട് അവിടെ വിളിക്കാൻ. ഓക്കെ. റിസ്വാൻ ഏജി. റിസ്വാൻ ഉണ്ടോ? ഇല്ല. സൽമാൻ നാസർ ഉണ്ടോ? സൽമാൻ നാസർ വേഗം പറയണേ. ഇല്ല. സാവിയോ ജോയ്. സാവിയോ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തോ? സെറ മരിയ എല്ലാ ക്ലാസ്സും ഉണ്ടല്ലേ? സെറ ഓക്കെ. ഷഹബറ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. രാവിലെ 8:30 ചെയ്തു. ഓക്കെ. സിദ്ധാർത്ഥ് ആബ്സെന്റ്. ആദിനാഥ് എ. ആദിനാഥ് എ ഉണ്ടോ? നോ.
ഏഞ്ചൽ ബെന്നി. ഞാൻ എല്ലാ ക്ലാസ്സിലും കയറിയായിരുന്നു. ആരാണത്? ഏഞ്ചൽ ബെന്നി ഉണ്ടോ? ഏഞ്ചൽ ബെന്നി എല്ലാ ക്ലാസ്സിലും കയറിയായിരുന്നു. ഏഞ്ചൽ ആണോ? ഒന്ന് വീഡിയോ ഓൺ ചെയ്ത മോളെ. വീഡിയോ എന്താ ഓൺ ചെയ്യാത്തെ? വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കും കേട്ടോ. മുഹമ്മദ് ഷയാൻ ഉണ്ടോ? മുഹമ്മദ് ഷയാൻ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലേ? ഓക്കെ, ഗുഡ്. സാൽവിയ, സാൽവിയ സാൽവിയ ഇല്ല അല്ലേ? ആബ്സെന്റ്. ആബ്സെന്റ്. ജൽവ ഫാത്തിമ ആബ്സെന്റ്. ജസ്റ്റിൻ ഷനോജ് ഉണ്ടോ? അനുഗ്രഹ ഇപ്പൊ വന്നു അല്ലേ? അനുഗ്രഹ 11:30 ക്ലാസ് അറ്റൻഡ് ചെയ്തോ? തലവേദനയായിരുന്നു, അതുകൊണ്ട് കൂടിയില്ലായിരുന്നു. ഇല്ല, തലവേദനയായിരുന്നോ? ഓക്കെ, ഇപ്പൊ മാറിയോ? തലവേദന മാറിയോ? ഓക്കെ. ഹലോ മിസ്സേ, ഓ ഞങ്ങളുടെ ഫോണിലെ ഇപ്പൊ റീചാർജ് തീരാറായ, അതുകൊണ്ട് വീഡിയോ ഓഫ് ആക്കാണേ. ഓക്കെ. ഓ, നമ്മുടെ അലന്റെ അനിയനാണോ ഏഞ്ചൽ ബെന്നി? ഒന്നും കേക്കുന്നില്ല. 7th അലന്റെ അനിയനാണോ ഇത്? ഓക്കെ, നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും ഞാൻ വിളിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ കുറെ കുട്ടികളുണ്ട്. അപ്പൊ കുറെ കുട്ടികൾ കുറച്ച് പേര് പ്രസന്റ് ടൈപ്പ് ചെയ്യുന്നില്ല, മറന്നു പോകുന്നു. കുറച്ച് പേര് ലീവ് എന്താണെന്ന് കാരണം പറയുന്നില്ല, ലീവ് എടുത്തതിന്റെ കാരണം പറയുന്നില്ല. അൻവിതേ, ഇതിലെന്താ ലേറ്റ് ആയത്? നെറ്റ് കട്ടായി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് സ്പെഷ്യൽ ക്ലാസ് വിളിക്കുന്നത് പോലെ വിളിച്ചിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള കാരണം, ഇന്ന് സത്യം 3 ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ ക്ലാസ് അടക്കം 3 ക്ലാസ്. അപ്പൊ നിങ്ങളുടെ പേരൻസിനോടും പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഒരു ക്ലാസ് ലീവ് ആവുന്നുണ്ടെങ്കിൽ, കുട്ടികൾ ലീവ് എടുക്കുകയാണെങ്കിൽ കൃത്യമായി ഒരു പേഴ്സണൽ മെസ്സേജ്, അതായത് മെസ്സേജ് ടീച്ചറിന് അയക്കാൻ വേണ്ടിയിട്ട് എന്താണ് കാരണം എന്നുള്ളത്. പല പേരൻസും അത് മറന്നു പോകുന്നു. വീണ്ടും നമ്മൾ ടീച്ചേഴ്സ് വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത് കൊണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ ടൈപ്പ് ചെയ്യാൻ മറന്നു പോകുന്നത് കൊണ്ടോ ആണ് ഒന്നുകൂടി നിങ്ങളോട് ചോദിച്ചിട്ട് കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈയിലേക്ക് വീണ്ടും പോവാം അല്ലെ? ബട്ടർഫ്ലൈ എവിടെ? രണ്ട് സാധനം അതിനാ കണ്ടു. സൂപ്പർ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് 520 മൈനസ് 260 അത് മൈനസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലെ? മിസ്സിനൊന്ന് ആൻസർ പറയാമോ നിങ്ങള്? മിസ് പറയാം, അതിന്റെ ആൻസർ പറഞ്ഞുതരോ? 0 മൈനസ് ചെയ്ത് എത്രയാ കിട്ടുക? 0. ഓക്കെ, അടുത്ത ചോദ്യം, 2 നിന്ന് 6 മൈനസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? മിസ് എന്താ ചെയ്യേണ്ടത്? അപ്പൊ അടുത്തുള്ള നമ്പറോട് നമുക്ക് 1 വാങ്ങാം അല്ലേ? അപ്പൊ ഞാൻ 5 നിന്ന് 1 വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ എത്രയായി നമ്പർ? 12. 6 മൈനസ് ചെയ്താല് 7, 8, 9, 10, 11, 12. 12 നിന്ന് 6 മൈനസ് ചെയ്യണം. അപ്പൊ ഒന്ന് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ മതി. 6 ഫിംഗേഴ്സ് എടുക്കുക, 12 നിന്ന് കുറച്ച് പറയും. 11,
11, 10, 9, 8. ചോക്ലേറ്റ് ഉടനെ തന്നു വിചാരിക്കേ. നിങ്ങൾ അതിൽ നിന്ന് 6 എണ്ണം കഴിച്ചു കൊതിയന്മാര്. 6 എണ്ണം കഴിച്ചു എത്രയുണ്ടെന്നാണ് ചോദ്യം. ഭയങ്കര സൗണ്ട് വരുന്നു. ഭയങ്കര സൗണ്ട് ഉണ്ടാ? നിങ്ങളുടെ 12 ചോക്ലേറ്റ് കഴിച്ചു. ബാക്കി ബാലൻസ് നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? സൗണ്ട് ഉണ്ടോ? ഓക്കെ ആണോ? പറഞ്ഞേ. 12 മൈനസ് പറയണോ? കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? 12 എന്നുള്ള സംഖ്യയിൽ നിന്ന് കേൾക്കുന്നില്ല. Can you hear me? Yes. കുറച്ചു പേർക്ക് നെറ്റിന്റെ പ്രശ്നം വരുന്നുണ്ട്. അത് ഇടയ്ക്ക് വരുന്നതായിരിക്കും മോനെ. നെറ്റിന്റെ എന്തെങ്കിലും ഇതായിരിക്കും. കുറച്ച് കഴിയുമ്പോ ശരിയാവും. മക്കള് മ്യൂട്ട് ചെയ്ത് വെക്ക. മിസ് പറയട്ടെ. മക്കള് മ്യൂട്ട് ചെയ്ത് വെക്ക്. നിങ്ങളുടെ സൗണ്ട് ഇങ്ങോട്ട് വരരുത്. ഓക്കെ. അതായത് 12 നിന്ന് 6 മൈനസ് ചെയ്താല് നമുക്ക് ബാലൻസ് എത്ര കിട്ടുക? 6 അല്ലേ? 6. നമ്മുടെ 5 എന്നുള്ള സംഖ്യ നമ്പർ ഇപ്പൊ എത്രയുണ്ടത് ബാലൻസില്? ഒന്നെടുത്തു കഴിഞ്ഞാല് 5 ഇനി എത്രയുള്ളൂ? 5ൽ നമ്മൾ ഒന്ന് നേരത്തെ ബാക്കി ബാലൻസ് എത്രയുണ്ട്? 4 ഉണ്ട്. 4ൽ നിന്ന് 2 നമ്മൾ മൈനസ് ചെയ്താൽ ബാക്കി എത്രയാ? 2. ബാലൻസ് എത്രയാ? 2. അപ്പൊ എത്രയാ അതിന്റെ ആൻസർ വരിക? 520 മൈനസ് 260. 260 തന്നെ അല്ലേ? 260 വരിക. മക്കളെ വേറൊന്നും പറയല്ലേ. മിസ് പറഞ്ഞിട്ട് 60 ആണ് വരിക. അപ്പൊ അവിടെ ഏത് കളറാണ് നമ്മൾ കൊടുക്കേണ്ടത്? ബ്ലൂ അല്ലേ? 260 വരുന്നിടത്ത് ബ്ലൂ കളർ നൽകുക. ഓക്കെ. മിസ്സേ ഒന്നും കേൾക്കുന്നില്ല. ഇന്ന് മിസ് ഈ ബട്ടർഫ്ലൈയും കൊണ്ട് ഇങ്ങനെ നടക്കുക. ബട്ടർഫ്ലൈനെയും പിടിച്ചു വെച്ചിങ്ങനെ ഇരിക്കുകയാണ് മിസ്. അപ്പൊ കേൾക്കുന്നില്ല. ഒട്ടുമില്ലേ? ഓക്കെ. ബാക്കിയുള്ളത് കേൾക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നം വരുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ. 260. അപ്പൊ നെക്സ്റ്റ് വിന്നിംഗ് അതായത് വിങ്സിന് ബ്ലൂ കളർ നൽകുക. തൊട്ട് താഴെ ഓക്കെ. അത് കുറച്ച് പേര് കുട്ടികൾക്ക് നെറ്റിന്റെ അതെ. നെക്സ്റ്റ് താഴെ തൊട്ട് താഴെതാ 600 മൈനസ് 280. എത്രയാണ് സംഖ്യ മൈനസ് ചെയ്യേണ്ടത്? 600ൽ നിന്ന് 280 ആണ് മൈനസ് ചെയ്യേണ്ടത്. എനിക്ക് നിങ്ങളുടെ ബട്ടർഫ്ലൈയുടെ കളർ ഒന്നും എനിക്ക് കാണണ്ട. മിസ് പറയാതെ നിങ്ങൾ ചെയ്തു വെച്ചു. അതിന്റെ ആൻസർ ആദ്യം കണ്ടുപിടിക്കുക വേണ്ടേ. നമുക്ക് മാത്സ് പഠിക്കല്ലേ വേണ്ടേ. ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കുന്നില്ലല്ലോ പ്രാധാന്യം. ആൻസർ പറഞ്ഞ മിസ്സിന് ഐഫുന 600 മൈനസ് 280 ഒന്ന് ചെയ്തു നോക്കിയേ. 600 മൈനസ് 280. 600 എന്ന സംഖ്യയിൽ നിന്ന് 280 ആണ് മൈനസ് ചെയ്യേണ്ടത്. കണ്ടല്ലോ നിങ്ങളെ മിസ് മൈനസ് ചെയ്തത്.
ഓക്കെ ആണോ? മിസ്സേ കേൾക്കുന്നില്ല. കേൾക്കാനാകുമ്പോഴേക്കും മിസ് ഇപ്പൊ ക്ലാസ് കട്ടാവും. നോക്ക്, 600 മൈനസ് 280. സീറോയില് 0 മൈനസ് ചെയ്താൽ എത്ര നമുക്ക് ആൻസർ കിട്ടും? 0. നെക്സ്റ്റ് 0യില് 8 പോവോ? 0യിൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് അടുത്ത നമ്പറിൽ നിന്ന് 1 വാങ്ങാം അല്ലേ? ആരോടാ നമ്മൾ 1 വാങ്ങേണ്ടത്? ഏത് സംഖ്യയോടാണ് നമ്മൾ 1 ചോദിക്കേണ്ടത്? 1 ചോദിക്കേണ്ടത്? പറഞ്ഞോ. 6നോട് അല്ലേ? ഗുഡ്. 6നോട്. അപ്പൊ 6നോട് 1 ചോദിച്ചു നോക്കിയേ, തരുമോ നോക്കിയേ. കിട്ടോ? ആ, കിട്ടുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടല്ലേ? അപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? ഇപ്പൊ എത്രയും നമ്മുടെ സംഖ്യ 10 ആയോ? 10 കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളുടെ വിരലുകൾ എവിടെ? ഫിംഗേഴ്സ് എവിടെ? വേറെ ഫിംഗർ അടുപ്പിച്ച് വെച്ചേ. മിസ് കാണട്ടെ. 10 പേരിൽ കാണുന്നില്ല. ചിലത് 8 എണ്ണേ കാണുന്നുള്ളൂ. 10 ഫിംഗേഴ്സ്. അതിലെ 8 മടക്കേ. 8 വിരലുകൾ മടക്കിയ ബാലൻസ് എത്രയുണ്ട്? എത്രയുണ്ട്? അപ്പൊ അവിടെ എത്ര ആൻസർ വരും? അപ്പൊ അവിടെ 2 എഴുതരുത്. 5ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. ഒരു കയ്യിലുള്ള 5 ഫിംഗേഴ്സ് എടുക്കുക. 5ൽ നിന്ന് 5 എടുത്ത എല്ലാവരും എല്ലാവരുടെ കൈവരിൽ നിന്ന് ഒന്ന് ഉയർത്തി. 5 പേരിലുണ്ടോക്കട്ടെ മിസ്. അതിൽ നിന്ന് 2 നമ്മൾ മൈനസ് ചെയ്യണം. 2 രണ്ടെണ്ണം മടക്കി വെച്ചു അല്ലേ? 2 ചെയ്യുമ്പോൾ ആണോ ഉള്ളത് നോക്കിയാണോ? ഉറപ്പിച്ചോ? ഗുഡ്. ക്ലാസ് കഴിയാനായോ? മൈനസ് 200 എത്ര ആൻസർ വരിക? 320 ആണ് വരുന്നത്. എന്തിനാണോ? സോറി, 320 ആണ് വരുന്നത് എങ്കിൽ ഏത് കളറാണ് നമ്മൾ നൽകേണ്ടത്? അപ്പൊ അവിടെ യെല്ലോ കളർ. എന്താ ഹാദിയക്ക് എന്താ ഡൗട്ട്? ഹാദിയക്ക് ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് മിണ്ടല്ലേ, മിസ് പറയട്ടെ. ബട്ടർഫ്ലൈന്റെ ഏറ്റവും മുകളിലെ സൈഡില് ലാസ്റ്റ് സൈഡില്
ആദ്യം എന്റെ മക്കളെ മ്യൂട്ട് ചെയ്ത് വെക്ക്. ഫോൺ ഒന്ന് ഫോൺ മ്യൂട്ട് ചെയ്തേ, മിസ് പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാൻ. എല്ലാരും മ്യൂട്ട് ചെയ്തേ, മിസ് പറയുമ്പോ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓഫ് ചെയ്ത് നോക്ക്. വീഡിയോ അല്ല, നിങ്ങളെ മ്യൂട്ട് ഓഫ് ആക്കി വെക്ക്. ബിയോണ ഓഫ് ആക്കി വെക്ക്. ഓക്കെ, ഇനി മിസ് പറഞ്ഞ ശ്രദ്ധിക്കേ. അതായത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഏറ്റവും മുകളിലുള്ള വിങ്സിന് ഗ്രീൻ കളർ ഉണ്ടാവണം. അതിന് തൊട്ട് താഴെയായിട്ട് ഏത് കളർ വരും? ബ്ലൂ കളർ വരും. ഏറ്റവും താഴെ സൈഡിൽ നല്ല ഭംഗിയായിട്ട് ഏത് കളർ കൊടുക്കണം? യെല്ലോ കളർ. ഇതിൽ കളർ കൊടുക്കുന്നതിലല്ല എൻ്റെ മക്കൾക്ക് പ്രാധാന്യം. നിങ്ങൾക്കൊരു പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഒരു ബട്ടർഫ്ലൈ തന്നേ ഉള്ളൂ. അതിൽ എന്താ പ്രാധാന്യം? നിങ്ങൾ അഡീഷൻ ചെയ്യാനും അതുപോലെ സബ്ട്രാക്ഷൻ ചെയ്യാനും, അതായത് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും പഠിക്കുക എന്നതാണ് പ്രാധാന്യം. മനസ്സിലായോ? അതായത് കളർ കൊടുക്കുന്നതിനല്ല പ്രാധാന്യം എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സംഖ്യകള് സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? അമ്മയോട് കൂടുതൽ ഹോംവർക്ക് ആയിട്ട് അമ്മയോട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി പറയുക. കുറച്ച് സംഖ്യ കൂട്ടാനും കുറച്ച് സംഖ്യ കുറക്കാനും മൈനസ് ചെയ്യാനും വേണ്ടിയിട്ട് അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറോടോ സിസ്റ്ററോടോ ആരോടെങ്കിലും പറയാം. എന്നിട്ട് നിങ്ങൾ റഫ് ബുക്കിൽ സ്വന്തമായിട്ട് ഒരു ദിവസം ഒരു 5 എണ്ണം വെച്ചിട്ട് എന്നാ അഡീഷൻ, അതായത് പ്ലസ് ചെയ്യേണ്ടതും മൈനസ് ചെയ്യേണ്ട വർക്കുകളും ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തേനോട് കൂടി നമ്മുടെ ആ പാഠഭാഗം കഴിഞ്ഞു. അതിലൊരു 2 പ്രോബ്ലം കൂടി ഉണ്ട്. ആ പ്രോബ്ലം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ക്ലാസ് കട്ടാവറായി. നമ്മുടെ ബട്ടർഫ്ലൈയുടെ തൊട്ട് മുകളിൽ ഒരു വഴിക്കണക്കും അതിന് തൊട്ട് താഴെയുണ്ട് ഒരു വഴിക്കണക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ 2ഉം കൂടി മീനിങ്സ് പറഞ്ഞിട്ട് നമുക്ക് നാളെ തന്നെ അടുത്ത ക്ലാസ് ആയ അടുത്ത ലെസൺ ഷേപ്സ് ആൻഡ് പാറ്റേൺസ് പഠിക്കാം. ഷേപ്സ് ആൻഡ് പാറ്റേൺസ്. ഷേപ്സ് ആൻഡ് പാറ്റേൺസ് പറഞ്ഞാൽ എന്താണെന്നറിയോ? മിസ് എനിക്കില്ലേ 137 ഒന്ന് പഠിപ്പിച്ചു തരുമോ? പറഞ്ഞു തരുമോ? 137 പ്രോബ്ലംസ് ഇല്ലേ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ സ്കൂളിൽ വന്നില്ല. നീ ഇത് എനിക്ക് വാട്സപ്പിൽ അയച്ചെന്നാ ഞാൻ വന്ന് പേജ് അയച്ചുതരാം. എന്റെ നമ്പറിലേക്ക് അയച്ചിട്ടാ കേട്ടോ. എല്ലാരും നാളെ പ്രസന്റ് ആവണേ, എല്ലാരും വരണേ. ഓക്കെ ഓക്കെ, ബൈ ബൈ മിസ്. ബൈ ബൈ മാം. ഓക്കെ, നാളെ നമുക്ക് പുതിയ ബൈ 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 ബൈ. ഓക്കെ, ബൈ ബൈ മിസ്. ബൈ ബൈ മിസ്. ബൈ ബൈ മിസ്. ബൈ ബൈ. ആയിട്ടില്ല.